Hi all, welcome to part 3 of Economy Prelims PYQ series. ഇന്ന് നമ്മൾ 2025 ഒരു ക്വസ്റ്റ്യൻ ആണ് ചെക്ക് ചെയ്യുന്നത്. Consider the following statement. Statement 1. In India, income from allied agricultural activities like poultry farming and wool rearing in rural areas is exempted from any tax. Statement 2. In India, rural agricultural land is not considered a capital asset under the provisions of the Income Tax Act 1961. ഇത്തരം ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കാനുള്ളത് രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ അല്ലെങ്കിൽ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമുക്ക് ആൻസറിലേക്ക് എത്താൻ ഏറ്റവും എളുപ്പം ഇത് ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് തെറ്റുണ്ടോ എന്ന് ഫസ്റ്റ് ഐഡന്റിഫൈ ആണ്. ഓപ്ഷൻ എ പറയുന്നത് സ്റ്റേറ്റ്മെന്റ് രണ്ടും ശരിയാണ്, സ്റ്റേറ്റ്മെന്റ് 2 സ്റ്റേറ്റ്മെന്റ് 1 എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ നോട്ട് എക്സ്പ്ലെയിൻ. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കൂ, ഓപ്ഷൻ സി ആൻഡ് ഓപ്ഷൻ ഡി ഇവിടെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 1 ഓർ സ്റ്റേറ്റ്മെന്റ് ബി, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇതിൽ ഒരിക്കലും രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റായിട്ട് വരത്തില്ല. രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയായി വരാം, രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റായി വരത്തില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിയോ ഡിയിലേക്കോ നമുക്ക് എളുപ്പത്തിൽ എത്താൻ കഴിയും. 50-50 നമുക്ക് ആൻസറിനെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഫസ്റ്റ് അനലിറ്റിക്കൽ വ്യൂവിൽ നമുക്ക് നോക്കാം. UPSC പലപ്പോഴും ഒരു എക്സെപ്ഷണാലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും, അല്ലെങ്കിൽ ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്സ് കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ അതിനൊരു മിസ്റ്റേക്സ് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്ത് നമ്മളെ ഡീവിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ എന്തെങ്കിലും നമുക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഫാക്ട് ബേസ്ഡ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാം. ഇൻ ഇന്ത്യ, income from allied agricultural activities. Allied agricultural activities like poultry farming, wool rearing in India in rural areas is exempted from any tax. അലൈഡ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് ആണ്. അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിനെ മാത്രമല്ല പറഞ്ഞേക്കണേ, അലൈഡ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് എന്നുള്ള ഒരു എക്സ്റ്റെൻഡഡ് വൈഡ് ഏരിയനാണ് പറഞ്ഞേക്കണേ. അത് ഫ്രം എനി ടാക്സിൽ നിന്ന് എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ടാക്സ് എക്സെപ്റ്റഡ് ആണെന്നാണ് പറയുന്നത്. അതൊരു എക്സ്ട്രീം കൈൻഡ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരം റൂറൽ ഏരിയാസ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിന് ടാക്സ് എക്സംഷൻ ഉണ്ട്, പക്ഷേ അലൈഡ് ആക്ടിവിറ്റീസിന് ടാക്സ് എക്സംഷൻ കൊടുത്തിട്ടില്ല. ടു സം എക്സ്റ്റെൻറ്റ് ചില എക്സംഷൻസ് ഉണ്ടെങ്കിൽ കൂടിയും കംപ്ലീറ്റ് എക്സംഷൻസ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ലോജിക്കലി റോങ് ആയിട്ട് എടുക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ ലോജിക്കലി റോങ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസിലി ആൻസറിലേക്ക് വരാം. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് നോട്ട് കറക്റ്റ്, ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ്. ഈ ഒരു ഓപ്ഷനെ നമുക്ക് പോസിബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് 2 ചെക്ക് ചെയ്യാതെയും നമുക്ക് അതിലേക്ക് വരാം. ഇനി സ്റ്റേറ്റ്മെന്റ് 2 ചെക്ക് ചെയ്താൽ, ഇൻ ഇന്ത്യ റൂറൽ അഗ്രികൾച്ചർ ലാൻഡ് ഈസ് നോട്ട് കൺസിഡേർഡ് എ ക്യാപിറ്റൽ അസറ്റ് അണ്ടർ ദി പ്രൊവിഷൻസ് ഓഫ് ദി ഇൻകം ടാക്സ് ആക്ട് 1961. ഇതൊരു ഇൻകം ടാക്സ് ആക്ട് 1961 പറഞ്ഞേക്കണ ഒരു മേജർ പ്രൊവിഷനാണ്. റൂറൽ അഗ്രികൾച്ചർ ലാൻഡിനെ ഒരു ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ റൂറൽ അഗ്രികൾച്ചർ ലാൻഡ് വഴി ഉണ്ടാവുന്ന ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ റെന്റ് പോലെയുള്ള ഇൻകത്തിന് ടാക്സ് ചെയ്യുന്നില്ല. സോ ദ ആൻസർ ഈസ് ഡി.